ഹായ് ആൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 62/2019. ക്വസ്റ്റ്യൻ: ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? അഡ്മിറൽ വാറൻഡീസ്. അഡ്മിറൽ വാൻഡ്രീസ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. കീഴരിയൂർ ബോംബാക്രമണം. കീഴരിയൂർ ബോംബാക്രമണം. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി അക്ബർ. അക്ബർ. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ്. ഇന്ത്യൻ ആണവോർജത്തിന്റെ പിതാവ് ഹോമി ജെ ഭാഭ. ഹോമി ജെ ഭാഭ. കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവം. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന ശില. ശിലകളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശില ആഗ്നേയശില. ആഗ്നേയശില. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ്? ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ്? ഹാർമറ്റൺ. ഹാർമറ്റൺ. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം. GPS എന്ന ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം കൊണ്ടുവന്ന രാജ്യം USA. USA. ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? ധരാതലീയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത്? കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖ. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കോറമാൻഡൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കിഴക്കൻ തീരമേഖല. കിഴക്കൻ തീരമേഖല. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന കിസാൻ മസ്ദൂർ സംഘടൻ. കിസാൻ മസ്ദൂർ സംഘടൻ. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത്. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ 1, 2012. നവംബർ 1, 2012. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗി. ശ്യാം സരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം. ദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഡിസംബർ 10. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ. ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. GST നിലവിൽ വന്നത് എപ്പോൾ? GST നിലവിൽ വന്നത് എപ്പോൾ? 2017 ജൂലൈ 1. 2017 ജൂലൈ 1. അടുത്ത ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷനു പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം. ആസൂത്രണ കമ്മീഷനു പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗ്. നീതി ആയോഗ്. ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ വരുമാനം എത്ര മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 3. സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? സാർസ് രോഗം ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്നതാണ്? ശ്വാസകോശം. ശ്വാസകോശം. എലിയുടെ ശരീരത്തിലെ ക്രോമോസോമുകൾ എത്ര എണ്ണം? എലിയുടെ ശരീരത്തിലെ ക്രോമോസോമുകൾ എത്ര എണ്ണം? 42. മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? മണ്ണില്ല കൃഷി എന്നറിയപ്പെടുന്ന നൂതന കൃഷി രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീര അവയവം കരൾ. കരൾ. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്.
തമിഴ്നാട്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലവണം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം. ചാലകശേഷി ഏറ്റവും കുറഞ്ഞ ലോഹം ബിസ്മത്ത്. ബിസ്മത്ത്. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം. കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കാൻ പറ്റുന്ന ലോഹം സോഡിയം. സോഡിയം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം. ലോകത്തിൽ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ മധുരം സാക്കറിൻ. സാക്കറിൻ. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോർഡ്. റൂദർഫോർഡ്. താഴെ പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? താഴെ പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണ്? പ്രിന്റർ. പ്രിന്റർ. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് CPU. CPU. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത്. താഴെ പറയുന്നവയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നറിയപ്പെടുന്നത് ലിനക്സ്. ലിനക്സ്. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടൻ. ബ്രിട്ടൻ. ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32-ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് 32-ാം വകുപ്പിനെ വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. BR അംബേദ്കർ. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. പ്രത്യേക ഭരണഘടനാ പദവി നിലനിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ്. നാഗാലാൻഡ്. ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? ICC ക്രിക്കറ്റ് ലോകകപ്പ് മത്സരങ്ങൾ 2019 നടന്നത് എവിടെ വെച്ച്? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം. 2018 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഫ്രാൻസ്. ഫ്രാൻസ്. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായി കാണപ്പെട്ട ജില്ല കോഴിക്കോട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തി ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. കൂടിയാട്ടം. 2018 വയലാർ അവാർഡ് നേടിയ കൃതി. 2018 വയലാർ അവാർഡ് നേടിയ കൃതി ഉഷ്ണരാശി. ഉഷ്ണരാശി. ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇറാനി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. മലയാള സിനിമയുടെ പിതാവ്. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയേൽ. JC ഡാനിയേൽ. Don't lend Arun any money. I said it to Kavya. He never pays his debt. The above sentence can be reported as I advise Kavya not to lend Arun any money as he never paid his debt. He hardly ever makes a mistake. Dash. The appropriate question tag for the above sentence is does he? She is as draft as brush. The underlined ID means
Very stupid. The girl as well as their teacher dash left. Have. The boys like play games but hate do lessons. Playing, doing. You have spelled it wrong. There dash be another S. Ought to. We shall have to tow the car to the garage. The above statement in active voice can be changed into passive voice. The car will have to be towed to the garage. Option B. The learning of diligent is dash. Diligent is dash. Lazy. A good student works hard at her books and enjoy learning. The underlined word is an adverb. Identify the one-word substitution for the following concluding part of a literary work. Option B. Epilogue. Notwithstanding his work hard, he didn't succeed. The above simple sentence can be converted into compound sentence as he worked hard yet didn't succeed. The bill passed by the parliament has to obtain the president's dash assent. Why didn't you say that you were short money? If I know, I'd lend you some. Had known, would have lent. I buy a new house last year, but I not sell my old house yet. So at the moment, I have two houses. Both have not sold. When dash Titanic was crossing dash Atlantic, she struck an iceberg. The option C. After a brief speech, the minister dashed the new statue. D. Unveiled. It is dash to go by the train than by car. D. Cheaper. The wedding has been dashed until June. B. Put off. If you do not comply dash the traffic regulation, you will get dash trouble dash the police. Option A. With. The boy looked much dash relieved. താഴെ തന്നിരിക്കുന്നതിൽ സർവനാമം ഏതാണ്? അവൾ. ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാണ്? തിരുവാതിര. ശരിയായ പദമേത്? ഉത്പത്തിഷ്ണു. ബി. ഘാതകൻ എന്ന വാക്കിന്റെ അർത്ഥമെന്താണ്? ഡി. ഭക്ഷിക്കുന്നവൻ. കുഞ്ഞുണ്ണി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഗുരുസാഗരം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. തൃക്കോട്ടൂർ പെരുമ ആരുടെ കൃതിയാണ്? യു.എ. ഖാദർ. ബിരിയാണി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? സന്തോഷ് ഏച്ചിക്കാനം. ഞാൻ സഹായിക്കും എന്ന വാക്യത്തിന്റെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം എന്താണ്? ഐ വിൽ അസിസ്റ്റ്. ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക് എന്നതിന് അനുയോജ്യമായത് ഏതാണ്? നഷ്ടപ്പെട്ടതോർത്ത് വിലപിക്കുക. റൂട്ട് ഓഫ് 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇതാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ 221 സ്ക്വയർ മൈനസ് 220 സ്ക്വയർ ഈക്വൽ ടു 221 പ്ലസ് 220 ഇൻറ്റു 221 മൈനസ് 220 എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഇക്വേഷനിലേക്ക് മാറ്റാം. അപ്പോൾ 221 പ്ലസ് 220 പറയുമ്പോൾ 441 എന്ന് കിട്ടും. 441 221 220 മൈനസ് ചെയ്യുമ്പോൾ 1. അപ്പോൾ 441 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 441 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 441 എന്ന് പറയുമ്പോൾ 21. ആൻസർ ഓപ്ഷൻ ബി 21.
1 മൈനസ് 1/2 ഇൻറ്റു 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/4 ഇൻറ്റു 1 മൈനസ് 1/5 ഈക്വൽ ടു 1 മൈനസ് 1/2 എന്ന് പറയുമ്പോൾ 1/2. 1 മൈനസ് 1/3 എന്ന് പറയുമ്പോൾ 2/3. 1 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ 3/4. 1 മൈനസ് 1/5 എന്ന് പറയുമ്പോൾ 4/5. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/5 എന്ന് കിട്ടും ആൻസർ. 1/5. ഒരു സംഖ്യയുടെ 20% 30% 12 ആണ് എങ്കിൽ സംഖ്യ ഏത്? സംഖ്യ എക്സ് എന്ന് വിചാരിക്കുക. എക്സിന്റെ 20% 30% 12. അപ്പൊ 20/100 ഇൻറ്റു 30/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 12 എന്നുള്ള ഇക്വേഷൻ കിട്ടും. 20/100 ഇൻറ്റു 30/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു 12. 20/100 എന്ന് പറയുമ്പോൾ 0.2, 30/100 എന്ന് പറയുമ്പോൾ 0.3 ഇൻറ്റു എക്സ് 12. അപ്പോൾ 0.2 ഇൻറ്റു 0.3 ഇൻറ്റു എക്സ് ഈക്വൽ ടു 12 എന്നും 0.2 ഇൻറ്റു 0.3 എന്ന് പറയുമ്പോൾ 0.06 എക്സ് 0.06 എക്സ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. എന്ന് എക്സ് കണ്ടുപിടിക്കുക. 12/0.06. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുള്ളത്. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 ഇൻറ്റു 100 1200/6 എന്ന് കിട്ടും. 1200/6 എന്ന് പറയുമ്പോൾ 200. ഒരു വാച്ച് 15% ലാഭത്തിൽ വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു എങ്കിൽ എന്ത് വിലയ്ക്കാണ് വിറ്റത്? 600 രൂപയ്ക്ക് വിറ്റാൽ 50% ലാഭം കിട്ടും എന്നാണ് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ വിറ്റത് 15% ലാഭത്തിനാണ്. ആ വില കണ്ടു. ആദ്യം കോസ്റ്റ് പ്രൈസ് ആണ് കണ്ടെത്തേണ്ടത്. 50% ലാഭം കിട്ടി 600 ആണെങ്കിൽ, 50% ലാഭം കിട്ടി 600 ആണെങ്കിൽ, അപ്പോൾ വാങ്ങിയ വില 100% എന്ന് വിചാരിക്കുക. വാങ്ങിയ വില 100%, ലാഭം 50%, അപ്പോൾ വിറ്റ വില 150%. വാങ്ങിയ വില 100, ലാഭം 50, വിറ്റ വില 150%. അപ്പോൾ 150% എന്ന് പറയുന്നത് 600 ആണ്. 150% എന്ന് പറയുന്നത് 600 ആണ്. അപ്പോൾ വാങ്ങിയ വില എന്ന് പറയുന്നത് 600/150 ഇൻറ്റു 100. 600/150 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 400 രൂപ. അപ്പോൾ വാച്ചിന്റെ വാങ്ങിയ വില 400 രൂപ. യഥാർത്ഥത്തിൽ 15% ലാഭത്തിനാണ് വിറ്റത്. അപ്പോൾ 15% ഓഫ് 400 എന്ന് ഉള്ളതാണ് കാണേണ്ടത്. അപ്പോൾ 15/100 ഇൻറ്റു 400 എന്ന് പറയുന്നത് 60. 15/100 ഇൻറ്റു 400 എന്ന് പറയുന്നത് 60. അപ്പോൾ വിറ്റ വില കാണാൻ വാങ്ങിയ വില 400ഉം പിന്നെ വിറ്റ വില 60. അല്ല, വാങ്ങിയ വില 400ഉം പിന്നെ നമ്മൾ 15% ലാഭത്തിനാണ് വിറ്റതെങ്കിൽ എത്രയാണ്? അപ്പോൾ 60 രൂപ. അപ്പോൾ 400 പ്ലസ് 60 എന്ന് പറഞ്ഞാൽ 460. ആൻസർ എന്ത്? ഓപ്ഷൻ എ 460. 10% കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ 3 വർഷം കൊണ്ട് 13,310 രൂപയാകും? എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് r/100 n എന്ന് പറയുന്നത് എത്ര രൂപയാകും? 13,310. അപ്പോൾ 13,310 ഈക്വൽ ടു പി അറിയില്ല, പി ഇൻറ്റു 1 പ്ലസ് റേറ്റ് എന്ന് പറയുന്നത് 10%. അപ്പോൾ 10/100 3 വർഷം കൊണ്ടാണ്. അപ്പോൾ 3. അപ്പോൾ 13,310 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 10/100 അതിന് നമുക്ക് 13,310 ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് 10/100 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ 1 പ്ലസ് 10/100 ചെയ്യാം. അപ്പോൾ 1.1 എന്ന് കിട്ടും. അപ്പോൾ 1.1 ക്യൂബ് എന്ന് കിട്ടും. 1.1 ക്യൂബ് എന്ന് പറയുമ്പോൾ 1.331 എന്നാണ്. അപ്പോൾ 13,310 ഈക്വൽ ടു പി ഇൻറ്റു 1.331. അപ്പോൾ അതിന് നമുക്ക് പി കണ്ടുപിടിക്കാം. 13,310 ഡിവൈഡഡ് ബൈ 1.331 എന്നുള്ളത് കാണുക. അപ്പോൾ 10,000 എന്ന് കിട്ടും. ആൻസർ എന്ത്? ഓപ്ഷൻ സി 10,000. രഘുവിൻ്റെയും അബുവിൻ്റെയും പ്രായങ്ങൾ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. അവരുടെ പ്രായങ്ങളുടെ തുക 40 ആണ്. 10 വർഷത്തിന് ശേഷം അവരുടെ പ്രായങ്ങളുടെ അംശബന്ധം എത്രയായിരിക്കും? രഘുവിൻ്റെയും അബുവിൻ്റെയും അംശബന്ധം പറയുന്നത് 3:5 ആണ്. പ്രായം എന്ന് പറയുന്നത്, അപ്പോൾ രഘുവിൻ്റെ പ്രായം എന്നുള്ളത് 3x ആയിട്ടും അബുവിൻ്റെ പ്രായം എന്നുള്ളത് 5x ആയിട്ടും എടുക്കുക. അപ്പോൾ പ്രായങ്ങളുടെ തുക എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 3x പ്ലസ് 5x ഈക്വൽ ടു 40 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. 3x പ്ലസ് 5x ഈക്വൽ ടു 40. 8x ഈക്വൽ ടു 40. അതിന് എക്സിൻ്റെ വില കാണാം. 40/8 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്
5 എന്ന് കിട്ടി. അപ്പോൾ രഘുവിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ രഘു 3x ആണ്. അപ്പോൾ 3 × 5 15. രഘുവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 15. അബു 5x ആണ്. അപ്പോൾ അബുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് 5 × 5 25. 10 വർഷത്തിന് ശേഷം രഘുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇപ്പം 15 ആണ്. 10 വർഷത്തിന് ശേഷം 15 + 10 25. അബുവിൻ്റെ 25 + 10 35. അപ്പോൾ പുതിയ അനുപാതം എന്ന് പറയുന്നത് 25:35 എന്ന് കിട്ടും. അത് ചെറുതാക്കുമ്പോൾ 5:7 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ സി 5:7. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്ന ട്രെയിൻ 300 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയമെടുക്കും? ആ ക്വസ്റ്റ്യൻ ആണ്. പ്രകാശനും രമേശും ചേർന്ന ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. പ്രകാശൻ മാത്രം ആ ജോലി 30 ദിവസം കൊണ്ടാണ് തീർക്കുകയെങ്കിൽ രമേശൻ മാത്രം ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? പ്രകാശനും രമേശനും ചേർന്ന് ഒരു ജോലി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 12 ദിവസമാണ്. അപ്പോൾ അതിനാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 1/12 ആണ്. പ്രകാശം മാത്രം ജോലി തീർക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 30 ദിവസമാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രകാശന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/30 ആണ് പ്രകാശന്റെ. ഇനി അപ്പോൾ നമുക്ക് രമേശിന്റെ ഒരു ദിവസത്തെ ജോലി കണ്ടുപിടിക്കണം. അവര് 1/12 ആണ്. ഒരു ദിവസത്തെ ആകെ ജോലി ചെയ്ത് തീർക്കാൻ 1/12 ദിവസം വേണമെന്ന് പറഞ്ഞു, രണ്ടാൾക്ക് കൂടി. അതിന് പ്രകാശന്റെ ഒരു ദിവസത്തെ ജോലി മൈനസ് ചെയ്യും. അപ്പോൾ 1/12 - 1/30. അത് നമുക്ക് 1/12 - 1/30 അതിൻ്റെ LCM 60 ആയിട്ട് കാണാം. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ 5/60 - 2/60 എന്ന് കിട്ടും. അപ്പോൾ 5 - 2 3 3/60 കിട്ടും. 3/60 എന്ന് പറയുമ്പോൾ 1/20. അപ്പോൾ രമേശിന്റെ ഒരു ദിവസത്തെ ജോലി എന്ന് പറയുന്നത് 1/20 ആണ്. അതിനാൽ രമേശ് മാത്രം ജോലി ചെയ്ത് തീർക്കാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 20 ദിവസമാണ്. 20 ദിവസം. ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപകരുടെയും കൂടി പരിഗണിച്ച ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നുവെങ്കിൽ അധ്യാപികയുടെ തൂക്കം എത്ര? ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി തൂക്കം 35 കിലോഗ്രാം. അധ്യാപികയും കൂട്ടി പരിഗണിച്ച ശരാശരി തൂക്കം 2 കിലോഗ്രാം കൂടുന്നു എങ്കിൽ അധ്യാപികയുടെ തൂക്കമാണ് കണ്ടത്. 20 കുട്ടികളുടെ ശരാശരി തൂക്കം എന്ന് പറയുന്നത് 35 കിലോഗ്രാം ആണ്. 20 കുട്ടികളുടെ ആകെ തൂക്കം എന്ന് പറയുന്നത് 35 × 20, അപ്പോൾ 700. അധ്യാപകരുടെയും കൂട്ടിച്ചേർന്നാൽ ആകെ ആളുകൾ എന്ന് പറയുന്നത് 21. ശരാശരി 2 കിലോഗ്രാം കൂടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ ശരാശരി എന്ന് പറയുന്നത് 37 കിലോഗ്രാം ആണ്. അപ്പോൾ 21 പേരുടെ ആകെ തൂക്കം എന്ന് പറയുന്നത് 21 × 2 കിലോഗ്രാം കൂടി 37 ആയി. 21 × 37 777 എന്ന് കിട്ടും. അപ്പോൾ അധ്യാപകരുടെ തൂക്കം എന്ന് പറയുന്നത് 777 700 മൈനസ് ചെയ്താൽ 77. ഓപ്ഷൻ ബി 77. 8.5 സെന്റിമീറ്റർ നീളം 7.5 സെന്റിമീറ്റർ വീതി 6 സെന്റിമീറ്റർ കനമുള്ള ഒരു മരക്കഷ്ണത്തിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുര കട്ടയുടെ വ്യാപ്തം എത്ര? നീളം 8.5 സെന്റിമീറ്റർ, വീതി 7.5 സെന്റിമീറ്റർ, കനം 6 സെന്റിമീറ്റർ. ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ സമചതുര കട്ട എടുക്കുമ്പോൾ അതിൻ്റെ വശം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ അളവായിരിക്കും, അതായത് 6 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ സമചതുര കട്ടയുടെ വ്യാപ്തം പറയുന്നത് A³ ആണ്. A എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6³ എന്ന് പറയുമ്പോൾ 216. 3 5 6 7 9 9 ഡാഷ്. അടുത്ത ഇതറിയണം. ഇത് 2 ശ്രേണിയായിട്ട് നമുക്ക് വേർതിരിക്കാം. ഒന്നാമത്തെ 1 3 5 അങ്ങനത്തെ സ്ഥാനം 1 3 5. ഒന്നാമത്തെ സ്ഥാനത്ത് 3, മൂന്നാം സ്ഥാനത്ത് 6, അഞ്ചാം സ്ഥാനത്തുള്ളത് 9. അപ്പോൾ 3 6 9 അതൊരു ശ്രേണി. അപ്പോൾ ആ ശ്രേണിയിൽ അടുത്തത് വരുന്നത് 3 ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 9 കൂടെ 3 കൂട്ടിയാൽ 12. പിന്നെ രണ്ടാമത്തെ ശ്രേണി പറയുന്നത് രണ്ടാമത്തെ പദം, നാലാം പദം, ആറാം പദം അങ്ങനെ. അപ്പോൾ രണ്ടാമത്തെ 5, പിന്നെ നാലാമത്തെ 7, ആറാമത്തെ 9. 5 7 9. അതിനാൽ നമുക്ക് അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനെയാണ് 1 3 5 1 3 5. പിന്നെ 7ാം സ്ഥാനത്തുള്ള പദമാണ് നമുക്ക് ശരിക്കും കാണേണ്ടത്. ഒന്നാമത്തെ ശ്രേണിയിലത്തെ നാലാമത്തെ പദം. അപ്പോൾ അത് 12 ആണ്.
3 ഡിഫറൻസ് ഉണ്ട്. 2 ശ്രേണിയായിട്ട് തിരിക്കുക. അതിൽ ആദ്യത്തെ ശ്രേണിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 വെച്ച് 9 ആണ്. 9 കഴിഞ്ഞാൽ 9 കൂടെ 3 കൂട്ടിയാൽ 12. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 12. ഒരാൾ തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തോട്ട് 6 കിലോമീറ്റർ നടന്നു. തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. അദ്ദേഹം പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ് ഇപ്പോൾ? ആദ്യം വ്യക്തി തെക്കോട്ട് 4 കിലോമീറ്റർ നടന്നു. തുടർന്ന് വലത്തേക്ക് 6 കിലോമീറ്റർ നടന്നു. അപ്പോൾ തെക്കോട്ട് നോക്കുമ്പോൾ വലതുഭാഗം പടിഞ്ഞാറാണ്. തുടർന്ന് ഇടത്തോട്ട് 4 കിലോമീറ്റർ നടന്നു. പടിഞ്ഞാറ് നിന്ന് ഇടതുഭാഗം തെക്ക്. അതിനാൽ ആകെ തെക്കോട്ട് 4 + 4 കിലോമീറ്റർ, അതായത് 8 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് 8 കിലോമീറ്റർ, പടിഞ്ഞാറോട്ട് 6 കിലോമീറ്റർ. അപ്പോൾ ഒരു മട്ടത്രികോണത്തിന്റെ രൂപമായിരിക്കും വരിക. അപ്പോൾ നമുക്ക് a² + b² വെച്ച് കാണാം. √a² + b². അപ്പോൾ 8² + 6² എന്ന് പറയുമ്പോൾ 8² എന്ന് പറയുമ്പോൾ 64, 6² എന്ന് പറയുമ്പോൾ 36. 64 + 36 ആണ് 100. അപ്പോൾ √100 കിട്ടും. √100 എന്ന് പറഞ്ഞാൽ 10. ആൻസർ ഓപ്ഷൻ എ 10 കിലോമീറ്റർ. 4 * 3 = 68. 1 * 3 = 62. 3 * 3 = 66 എങ്കിൽ 4 * 2 എത്ര? ഓരോ സംഖ്യയും 2 കൊണ്ട് ഗുണിക്കുക. ആദ്യം നോക്കൂ, 4 * 3 = 68 ആണ്. അപ്പോൾ ആദ്യം 3 എടുക്കുക. 3 × 2 6. 3 × 2 6. പിന്നെ 4 × 2 8. അങ്ങനെ 68 കിട്ടി. അതുപോലെ 1 × 3. ആദ്യം 1 × 2 2. 3 × 2 6. 62. അതുപോലെ 3 * 3 എന്ന് പറയുമ്പോൾ 3 × 2 6. 3 × 2 6. അങ്ങനെ 4 * 2 എന്നുള്ളതിനെ 4 × 2 8ഉം 2 × 2 4. അപ്പം 48 എന്ന് കിട്ടും. ഒരു പ്രത്യേക ഭാഷയിൽ വുമൺ എന്നതിന്റെ കോഡ് YPOFP എന്നാണ് എങ്കിൽ പെൻസിൽ എന്നതിന്റെ കോഡ് എന്തായിരിക്കും? വുമൺ എഴുതുക. W കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെറ്റർ ആണ് Y. W കഴിഞ്ഞിട്ട് അപ്പം WXY അങ്ങനെ. അപ്പം +2 ആണ്. പിന്നെ O കഴിഞ്ഞാൽ MNOP +1 ആണ്. അടുത്തത് MO ആണ്, 2 ആണ്. അപ്പോൾ +2 +1 +2 +1 +2 അങ്ങനെയാണ് ലെറ്റേഴ്സ് കൂടി വരുന്നത്. അതുപോലെ പെൻസിൽ എഴുതുക. P കൂടെ 2 ലെറ്റർ, രണ്ടാമത്തെ ലെറ്റർ P കഴിഞ്ഞാൽ QR, R, E കഴിഞ്ഞാൽ F, ഒരു ലെറ്റർ. പിന്നെ 2 ലെറ്റർ N കഴിഞ്ഞാൽ OP, പിന്നെ C കഴിഞ്ഞാൽ ഒരു ലെറ്റർ D. അങ്ങനെ ആൻസർ വരുന്നത് RFPDK, ഓപ്ഷൻ എ. ആദ്യം 2 ലെറ്റർ ആഡ് ചെയ്യാം, പിന്നെ ഒരു ലെറ്റർ 2 1 ആ ക്രമത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിൽ 12:30 ആകുമ്പോൾ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. 30h - 11/2 m എന്ന് വെച്ചിട്ട് 30 h എന്ന് പറയുന്നത് 12 ആണ്. 30 × 12 - 11/2 × m എന്ന് പറയുന്നത് 30 ആണ്. 2ഉം 30ഉം വെട്ടിപ്പോവും. അപ്പോൾ 15. 11 × 15 എന്ന് പറയുമ്പോൾ 165. അപ്പം 30 × 12 360. 360 - 165 എന്ന് പറയുമ്പോൾ 195 ഡിഗ്രി എന്ന് കിട്ടും. കിട്ടുന്ന കോണളവ് 180 ഡിഗ്രി കൂടുതലാണെങ്കിൽ അതിനെ 360 നിന്നും കുറയ്ക്കണം. അപ്പോൾ 360 - 195 = 165. ആൻസർ വരുന്നത് 165. ഒരു ക്ലോക്കും എതിർ ചുമരിലെ കണ്ണാടിയിൽ കാണുന്ന അതിന്റെ പ്രതിബിംബവും ഒരേ സമയം ഒരു ദിവസത്തിൽ എത്ര തവണ കാണിക്കും? 12 മണിക്കൂർ ക്ലോക്കും അതിന്റെ മിറർ ഇമേജും ഒരേ സമയം കാണിക്കുന്നത് 12 മണിക്കൂർ 2 തവണ. അപ്പോൾ 24 മണിക്കൂർ ആകുമ്പോൾ 2 × 2 4. ഓപ്ഷൻ സി 4. എക്ക് ബിയുടെ 3 ഇരട്ടി പ്രായമുണ്ട്. അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 4 വർഷമാണ്. എന്നാൽ എയുടെ പ്രായം എത്ര? ബിയുടെ പ്രായം x എന്ന് വിചാരിക്കാം. അപ്പോൾ എയുടെ പ്രായം എന്ന് പറയുന്നത് 3x, 3 ഇരട്ടിയാണ്. അപ്പോൾ ബിയുടെ പ്രായം x, എയുടെ പ്രായം 3x. പ്രായ വ്യത്യാസം എന്ന് പറയുന്നത് 3x - x എന്ന് പറയുന്നത് 4 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ കിട്ടി. 3x - x =
4. അതിന് എക്സിൻ്റെ വില കാണാം. 2x ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 4/2. അപ്പോൾ 2. ബിയുടെ പ്രായം എന്ന് പറയുന്നത് 2. എയുടെ പ്രായം എന്ന് പറയുന്നത് 3x ആണ്. 3 × 2 6. അപ്പോൾ ഓപ്ഷൻ എ 6. ഒരു പുരുഷനെ ചൂണ്ടിക്കാണിച്ച് ഒരു സ്ത്രീ പറഞ്ഞു, ഇയാളുടെ അമ്മ എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകളാണ്. സ്ത്രീ അയാളുടെ ആരാണ്? എൻ്റെ അമ്മയുടെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞത് ആ സ്ത്രീയെ തന്നെയാണ്. അപ്പോൾ ഇയാളുടെ അമ്മ ഞാനാണ്. അതായത് ആ സ്ത്രീ ആ പുരുഷന്റെ അമ്മയാണ്. അമ്മ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, അമ്മ. രാജുവിന്റെ ജന്മദിനം ആഗസ്റ്റ് 11 ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ഒരു പ്രത്യേക വർഷത്തിൽ സ്വാതന്ത്ര്യദിനം തിങ്കളാഴ്ചയായാൽ ആ വർഷം ബാബുവിന്റെ ജന്മദിനം ഏത് ദിവസമായിരിക്കും? രാജുവിന്റെ ജന്മദിനം ആഗസ്റ്റ് 11. ബാബു രാജുവിനേക്കാൾ 11 ദിവസം ഇളയതാണ്. ബാബുവിന്റെ ജന്മദിനം ആഗസ്റ്റ് 22. ആ വർഷം സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് ആഗസ്റ്റ് 15 തിങ്കളാഴ്ച. ആഗസ്റ്റ് 15 തിങ്കളാഴ്ചയാണെങ്കിൽ ആഗസ്റ്റ് 22 7 ദിവസം കഴിഞ്ഞാൽ അതേ ദിവസം തന്നെയാണ് വരിക. അപ്പോൾ തിങ്കളാഴ്ച, തിങ്കൾ. എ ഈക്വൽ ടു പ്ലസ്, ബി ഈക്വൽ ടു മൈനസ്, സി ഈക്വൽ ടു ഗുണനം, ഡി ഈക്വൽ ടു ഡിവിഷൻ എങ്കിൽ എ 5, സി 7, ബി 5, എ 6, ഡി 3 എത്ര? അത് നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറഞ്ഞത് സങ്കലനം, ബി എന്ന് പറയുന്നത് വ്യവകലനം, സി എന്ന് പറയുന്നത് ഗുണനം, ഡി എന്ന് പറയുന്നത് ഹരണമാണ്. അപ്പോൾ 5 സി എന്ന് പറയുന്നത് ഗുണനം. അപ്പോൾ 5 × 7. ബി എന്ന് പറയുന്നത് വ്യവകലനം -5. പിന്നെ എ എന്ന് പറയുന്നത് സങ്കലനം പ്ലസ് 5 + 6. പിന്നെ ഡി എന്ന് പറയുന്നത് ഡിവിഷൻ ഹരിക്കണം 3. അപ്പം 5 × 7 എന്ന് പറയുമ്പോൾ 35 -5 + 6 ഹരിക്കണം 3 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ 35 - 5 എന്ന് പറയുമ്പോൾ 30. 30 + 2 32. ആൻസർ വരുന്നത് 32. താങ്ക് യു.